എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് അർജുൻ വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അത് കാണിക്കുന്നൊക്കെ. പക്ഷെ നാളെയാണ് അർജുൻ വരുന്നത്. വിഷുദിനത്തിന് അങ്ങനെ അർജുൻ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് എല്ലാവരോടും ഒപ്പം വരുന്ന സദ്യ കഴിക്കുന്നതിന്റെ വിശേഷങ്ങളും പിന്നെ ഏറ്റവും സങ്കടകരമായൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗൗതമ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അളകനന്ദയെയും മിഥുനെയും ചേർത്തിട്ട് എഴുതി വെച്ചിരിക്കുന്ന രണ്ടുപേരുടെയും പേരൊക്കെ എഴുതി ഒരു ലൗച്ചിനൊക്കെ ഇട്ടു വെച്ചേക്കുന്ന കാണുന്നുണ്ട്. ഇത് ഗൗതമിനെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമംഗലാമ്മ വീട്ടിൽ വരുന്നുണ്ട്. സുമംഗലാമ്മ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും സുമംഗലാമ്മയുടെ ഏറ്റവും പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷുദിനത്തിൽ അർജുൻ തിരിച്ചെത്തുന്നതാണ്. അങ്ങനെ വിഷുവിന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാവരും കണി കാണുവാണ്. വിഷുവിന് കണി കണ്ടു കഴിഞ്ഞപ്പം അരുന്ധതി എല്ലാവർക്കും വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷുക്കൈനീട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോകുകയാണ്. എല്ലാവരും പോയിട്ട് പിന്നെ എല്ലാവരും വിഷുവിന് സദ്യ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. വിഷുസദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഒരടിപൊളി വിഷുസദ്യ തന്നെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണുന്നതിനൊക്കെ കുറച്ചു മുമ്പാണ് നമ്മുടെ അർജുന്റെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ വീണ്ടും ഇന്ത്യവരത്തിലേക്ക് അങ്ങനെ വരുവാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അർജുന്റെ തിരോധാനത്തിന് ശേഷം അങ്ങനെ ആദ്യമായിട്ടാണ് അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ഇന്ത്യവരത്തിലുള്ളവർ അറിയുന്നത്. അത് അർജുൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രം. അപ്പൊ അർജുൻ തിരിച്ചു വരുവേ പിന്നീട് അവരോടൊപ്പം വരുന്ന പിറന്നാൾ സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അർജുന്റെ ഈ വരവ് ആഘോഷിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിച്ചില്ല. സുമംഗലാമ്മയ്ക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ വരുമെന്ന്. പക്ഷെ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും ആർക്കും അറിയത്തില്ല ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുൻ വരുന്നത്. പിന്നെ എല്ലാവർക്കും സന്തോഷമായി. സുമംഗലാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് പിങ്കിമോളുടെ പ്രാർത്ഥന കേട്ടു. പിങ്കിമോൾ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് നടത്തിയതൊക്കെ ഭഗവാൻ കേട്ടെന്നൊക്കെയായിരുന്നു സുമംഗലാമ്മ പറഞ്ഞേ. പക്ഷെ സത്യാവസ്ഥ അതൊന്നും അല്ലല്ലോ. നന്ദയ്ക്കിട്ടൊരു പാര പണിന്ന് വെച്ചപ്പോ നന്ദ എന്ത് ചെയ്യുവാണ് തിരിച്ച് പിങ്കിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ അത് പിങ്കിക്കൊരു ഉർവശിശാപ ഉപകാരപ്രദമായെന്ന് പറഞ്ഞാൽ പിങ്കിക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുവാണ്. പക്ഷെ അർജുന്റെ വരവോട് കൂടി തകർന്നു പോയ ആള് പിങ്കിയാണ്. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അർജുന്റെ വരവ്. അർജുൻ വന്നിട്ടുണ്ട് ഇനിയിപ്പോ തന്റെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. ഗൗതമിന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി ഇനിയിപ്പം ഗൗതമിന്റെ പേര് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഗൗതമിന് ഭാര്യയുണ്ട് നന്ദ. ഇനിയിപ്പൊ എന്ത് പേര് താൻ പറയും? ഇപ്പൊ താൻ ശരിക്കും അർജുന്റെ ഭാര്യയാണ്. അവനെ സ്നേഹിക്കാതെ എനിക്ക് വഴിയില്ലെന്ന് അങ്ങനെ പിങ്കിക്ക് മനസ്സിലാവുകയാണ്. പിങ്കി ആകെപ്പാടെ മൂഡ് ഓഫ് ആയി പോവാണ് അർജുന്റെ വരവോടുകൂടി. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കാണിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്താനായിട്ട് പോകുന്നുണ്ട്. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് ഗൗതമിനെ വന്ന കാഴ്ച അത്ര നല്ല കാഴ്ചയല്ലായിരുന്നു. മിഥുനെ നന്ദയുടെയും പേര് ചേർത്ത് അവിടെ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവുകയും പിന്നെ ഇങ്ങനെ ഓരോ പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചേക്കുക. അത് ഗൗതം കാണാൻ ഇടവന്നു. ഗൗതമിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതെല്ലാം നമ്മുടെ സാന്ദ്രയുടെ പണിയായിരുന്നു. സാന്ദ്ര ഒപ്പിച്ചാണ്. മിഥുനെ വെച്ച് സാന്ദ്ര ഒരു കളി അങ്ങോട്ട് കളിച്ചതാണ്. രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് പേരെഴുതി ഫിത്തയിൽ ഒട്ടിച്ച്. പക്ഷെ ഇത് കണ്ടിട്ട് ഗൗതമിന് വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഗൗതം എന്ത് ചെയ്യുവാണ് തന്റെ രീതിയിൽ തന്നെ ഒരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അത് ആരാ ചെയ്തേ, എന്തിനു വേണ്ടിയാ ചെയ്തതെന്നൊക്കെ. പക്ഷെ ഇതിനു ശേഷം ഗൗതം ഭയങ്കര അസ്വസ്ഥനായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം നന്ദയോട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷെ നന്ദ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നന്ദയ്ക്ക് എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് നന്ദ അറിയണേ ഇങ്ങനെ എഴുതിയെന്നൊക്കെ. പക്ഷെ നന്ദയ്ക്ക് അത് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. അപ്പൊ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരോ കരുതി കൂട്ടി ചെയ്തതാന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അത് പക്ഷെ ആരാന്ന് മാത്രം നന്ദയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. തന്റെ ശത്രുക്കളോ ഇനിയിപ്പോ തന്റെ മത്സരത്തിൽ തോൽപ്പിക്കാനായിട്ടുള്ള ആരും താൻ മത്സരിക്കണമെന്ന് കരുതി ചെയ്താണോ അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ട്. പിന്നീട് ഗൗതം പറഞ്ഞു നീ ഒന്നിനും ഇനി മത്സരിക്കാനും വേണം, ഒന്നിനും വേണ്ട. കോളേജിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. അല്ലാതെ മത്സരം എന്ന് പറഞ്ഞിട്ട് മേലാൽ ഈ വീട്ടിൽ നിന്ന് പഠിക്ക് പുറത്തിറങ്ങിയേക്കല്ലെന്ന് പറയണം. നന്ദയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വേദനയുള്ള കാര്യമായിരുന്നത് ഈ മത്സരത്തിൽ താൻ പങ്കെടുക്കും ജയിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. താൻ കാരണം ഇനിയിപ്പം മിഥുനും മത്സരിക്കാൻ പറ്റില്ല, ഡ്യുവറ്റ് പെർഫോമൻസ് അല്ലേ. അങ്ങനെ ഗൗതമത്തിനോട് കെഞ്ചുന്നുണ്ട്. ഗൗതം സാർ ഈ ഒരു മത്സരത്തിന് മാത്രം ഞാനൊന്ന് പങ്കെടുത്തോട്ടെ. ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ മിഥുന്റെ അവസ്ഥയൊന്ന് ഓർത്തു വയ്ക്കേ. മിഥുനും പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ കാരണം അദ്ദേഹത്തിന് സമ്മാനം ഒന്നും മേടിക്കാൻ പറ്റില്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗൗതം സമ്മതിക്കുന്നില്ല. അവസാനം എന്ത് ചെയ്യുവാണ് നന്ദ ലക്ഷ്മിയമ്മയോട് പറയുവാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ലക്ഷ്മിയമ്മ വന്ന് ഗൗതത്തിനോട് പറയുന്നുണ്ട്
പിന്നെ ലക്ഷ്മിയമ്മയോട് ഗൗതം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ പോട്ടേടാ, അത് കോളേജ് ലൈഫ് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായെന്നിരിക്കും, നീ ഒന്നും മൈൻഡ് ആക്കണ്ട. നന്ദ എത്രത്തോളം നല്ലവളാന്ന് നിനക്കറിയാലോ, പിന്നെ നീ എന്തിനാ നന്ദേനെ ഇങ്ങനെ സംശയിക്കുന്നേ? ഗൗതത്തിന് സംശയങ്ങളൊന്നുമില്ല, പക്ഷെ അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഗൗതത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. തന്റെ ഭാര്യയെക്കുറിച്ച് വേറൊരാൾ ഇങ്ങനെ ഫിത്തയിൽ എഴുതി വെച്ച് കഴിയുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. ഗൗതം അത്രയും തന്നെ ചെയ്തുള്ളൂ. പിന്നീട് ഗൗതം ഭയങ്കര അസ്വസ്ഥനായിട്ടിരിക്കുന്നപ്പോൾ അവസാനം നന്ദ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഇനി മത്സരത്തിനൊന്നും പോകുന്നില്ല, ഞാൻ ഡ്യുവറ്റ് ഡാൻസ് പെർഫോമൻസിനൊന്നും പോകുന്നില്ല. ഗൗതം സാറിന് ഇനിയിപ്പോൾ സമാധാനിക്കാം, ഇനിയിപ്പോൾ ഒരു നാണക്കേട് ഞാൻ കാരണം ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം ഇന്ത്യവരത്തിൽ അറിഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യവരത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാവുകയാണ് ഇതിന്റെ പേരിൽ. അങ്ങനെ എല്ലാവരും ഗൗതത്തിനെ കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അവസാനം ഗൗതം ഒറ്റപ്പെട്ടു പോവാണ്. നന്ദയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ വിഷമമായി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.